ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ കൂടല്ലേ വീട്ടിൽ വരും. ഹലോ ഗൈസ്, എല്ലാവർക്കും നന്ദൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ തൊട്ടടുത്ത വീട്ടിലെ ഷൈമേച്ചിൻ്റെയും ശശിയേട്ടൻ്റെയും വീട്ടിൽ കൂടലാണ് നിന്ന്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനാണ് ഒന്നാമത് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ രാവിലെ തന്നെ വീട്ടിലേക്ക് കയറുന്ന ചടങ്ങാണ്. അതിന് എനിക്ക് പോകാൻ പറ്റിയില്ല. സന്ദീപേട്ട രാവിലെയാണ് എത്തിയത്. പിന്നെ നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരെയും കൊണ്ട് പറശ്ശിനിയിലൊക്കെ പോയിട്ടാണ് പിന്നെ സന്ദീപേട്ടൻ തിരിച്ചു വന്നത്. അപ്പോൾ നമുക്ക് പിന്നെ രാവിലെ തന്നെ ചടങ്ങിന് കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിനുശേഷം നമ്മൾ ഒരുങ്ങിയിട്ട് വീട്ടിൽ കൂടലിലേക്ക് വന്ന് പിന്നെ ഇന്നലെ തന്നെ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വീടാണ് ഷൈമേച്ചിൻ്റെത്. നല്ല 2 ബെഡ്റൂമും വലിയൊരു ഹാളും അടുക്കളയും വർക്ക് ഏരിയ ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിലം ടൈലിട്ടിട്ടുണ്ടായിരുന്നില്ല. അടുക്കളയും വർക്ക് ഏരിയയും പിന്നെ ഒരു ബാത്റൂമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ പിന്നെ ഇടാന്ന് പറഞ്ഞിട്ട് വെച്ചിരുന്നു. പിന്നെ അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ നന്ദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവർ പുതിയ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ പോയപാടായതുകൊണ്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ചയല്ലേ പോയത്. ഷൈമേച്ചിനോട് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീടൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോയത്. പിന്നെ എന്തായാലും വരാൻ പറ്റില്ല. പക്ഷേ അവിടെ ഈ സമയമാകുമ്പോഴത്തേക്ക് അവിടെ പുറതിയില്ല. പിന്നെ 3 ദിവസം ലീവും കിട്ടി. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ വരാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. വന്നത് ഏതായാലും നന്നായി. ഇങ്ങനെയൊക്കെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുമ്പോഴാണ് എല്ലാ കുടുംബക്കാരെയും എല്ലാവരെയും കാണാൻ പറ്റുന്നത്. അപ്പോൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കുടുംബക്കാരുണ്ട് ഇവർക്ക്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അതുകൊണ്ട് കണ്ടപ്പോഴേ എല്ലാവരും ചോദിക്കുക, നീയല്ലേ കൊച്ചി പോയി എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ നീ ഇവിടെ എത്തിയെന്ന്. അപ്പോൾ എല്ലാവരോടും പോന്നാന്ന് പറഞ്ഞിട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ പിറ്റത്തെ ആഴ്ച കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഷാനു എന്തെല്ലാം സുഖല്ലേ? ഞാൻ എഴുന്നേറ്റിട്ട് എടുക്കാം എന്നാലേ. കാണുവല്ലോ ചെയ്യൂ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിക്കാൻ പോകുമ്പോഴാണ് ധന്യേച്ചി വന്നത്. അപ്പോൾ ഏച്ചി ഉണ്ടായിരുന്നു. അവൾ പിന്നെ ആദ്യം നോക്കട്ടെ വരാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്, ഒരു 3 മണിയായപ്പോൾ. അങ്ങനെ ദാൻ്റെ കൂടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കളിച്ചിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ ബൈ. നാളെ രാവിലത്തെ ട്രെയിനിന് പോകേണ്ടതാണ്. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ട്. നല്ല നാള് പിറന്നാള്.